Hello guys, welcome back to my YouTube channel. This is me Alina. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ഇടുന്നത്. കാരണം ഇങ്ങനത്തെ വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടല്ല, ഇങ്ങനത്തെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നത് ഒരു ടാസ്ക് ആയതുകൊണ്ട് എപ്പോഴും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഷോർട്സിലാണ് ഒതുക്കാറ്. അപ്പോൾ എന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പഴയ പോലെ വീഡിയോസ് ഇടാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പം രാത്രി 12 മണിയായിട്ടുണ്ട് ബഹ്റൈനിലെ. നാട്ടിലിപ്പോൾ എത്രയുണ്ടാവും? 1, 2, 2:30. 1, 2, 2. ഓക്കെ, ഇവിടെ ഇപ്പം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ വിശക്കുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചത് ക്യാരറ്റ് ഹൽവയല്ല, മറിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ നല്ല ഭാര്യമാരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. സോ അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി നമ്മളിവിടെ ഇന്ന് നമ്മൾ വെജിറ്റേറിയനാണ്. സാറ്റർഡേ നമ്മൾ വെജിറ്റേറിയനാണ്. ഫ്രൈഡേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയനാണ്. അപ്പോൾ വെജിലെ ഓപ്ഷൻസ് കുറവാണ്. പ്രത്യേകിച്ച് ഈ നട്ടപ്പാത്രയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് തീരെ കുറവാണ്. അപ്പോൾ കാലത്തുണ്ടാക്കി കുറച്ച് ബാജി ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതെടുത്തിട്ട് നമുക്ക് വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? അപ്പം നിങ്ങളും കൂടി എൻ്റെ കൂടെ വാ. ഈ നട്ടപ്പാത്രയ്ക്ക് എന്തിനാണ് ഈ ഒരുങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ആക്ച്വലി ഞാൻ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റീൽസ് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങി കെട്ടിയിരിക്കുന്നത്, അല്ലാതെ കുമുഖവതിക്കൽ സ്നേഹം വളർത്തുന്ന ഭാര്യയായതുകൊണ്ടല്ല. അപ്പം ഇത്ര നേരം റീൽസ് എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഇതാ റിംഗ് ലൈറ്റ് എടുത്ത് വെച്ചിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. കാരണം എനിക്ക് അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഇനി ഞാൻ ബാക്കി പരിപാടിയിലേക്ക് നോക്കൂ. ഈ സാൻഡ്വിച്ചിന് നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ മതി. നമ്മളിവിടെ എടുക്കുന്നത് ബ്രൗൺ ബ്രെഡാണ്. പിന്നെ അതിൻ്റെ കൂടെ പുതിനയിലയും മല്ലിയിലയും കൂട്ടി അരച്ചൊരു പേസ്റ്റ്. ജസ്റ്റ് അത് രണ്ടും കൂടി അരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാലത്തുണ്ടാക്കി വെച്ച ബാജി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ, കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ ജീരകവും പച്ചമല്ലിയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇടുന്നു, ഓണിയൻ ഇടുന്നു, വഴച്ചുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു, കുറച്ച് ഉപ്പിടുന്നു, കുറച്ച് ഗരം മസാല ഇടുന്നു, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇടുന്നു, ഉടച്ചു വെച്ച ഉരുളൻകിഴങ്ങ് ഇടുന്നു, മിക്സ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. സോ ഈ മിക്സ് തന്നെയാണ് നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സമൂസയിലൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു മിക്സാണിത്. സോ ഇത്രയാണ് എൻ്റെ ബാജിയുടെ മിക്സ്. പിന്നെ ബ്രൗൺ ബ്രെഡ്, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് കെച്ചപ്പ്. അപ്പോൾ നമ്മൾ ഒതുക്കി വെച്ച റിംഗ് ലൈറ്റ് വീണ്ടും എടുക്കണം. കാരണം ഇനി ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്കിത് പിടിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഒതുക്കി വെച്ചിട്ട് റിംഗ് ലൈറ്റ് ഞാൻ വീണ്ടും എടുക്കും. പിന്നെ ഞാൻ വീണ്ടും കുക്ക് ചെയ്യും, വീണ്ടും റിംഗ് ലൈറ്റ് ഒതുക്കി വയ്ക്കും. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒതുക്കി വയ്ക്കലും ക്ലീനിങ്ങും. അപ്പം നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്യാണ്. റിംഗ് ലൈറ്റ് നമ്മൾ വീണ്ടും എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡ് ആട്ടോ. ബ്രൗൺ ബ്രെഡ് ഇത് സാൻഡ്വിച്ച് ബ്രെഡ് തന്നെയാണ്. ബ്രൗൺ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഹീസ് വെരി ഹെൽത്ത് കോൺഷ്യസ്, അതുകൊണ്ട് ഒരു സാൻഡ്വിച്ചേ കഴിക്കത്തുള്ളൂ. ഇത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് അരച്ചെടുത്ത അരച്ചെടുത്ത മിക്സ്. നല്ല സ്മെല്ലത്. ഇത് കാണുമ്പോൾ മൈലാഞ്ചി പോലെ ഉണ്ട്, കയ്യിലിടാനൊക്കെ തോന്നും, പക്ഷെ നമ്മൾ കയ്യിൽ തരും. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇനി ഞാൻ ക്യാമറ തിരിച്ചു വയ്ക്കാം. ഇനി നമ്മൾക്ക് അതിലൊരു ബ്രെഡ് എടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ഈ മല്ലിയില മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ബോംബെ സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിലെങ്ങനെയാണ് വെജ് സാൻഡ്വിച്ച്, ബോംബെ വെജ് സാൻഡ്വിച്ച് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ ഉരുളൻകിഴങ്ങ്, നമ്മുടെ ബാജി മിക്സ് വെച്ച് കൊടുക്കാം. കുറച്ച് കെച്ചപ്പ്, കുറച്ച് മട്ടും മതി, കുറച്ച് മാത്രം കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ചു വയ്ക്കുന്നു. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് മേക്കറിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വെരി വെരി ഗ്രേറ്റ്. അത്രയേ ഉള്ളൂ. വെരി വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി. ഇനി നമുക്ക് കുറച്ച് ഹോർലിക്സും കൂടി ഉണ്ടാക്കാം. ഹോർലിക്സും കൂടി കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിനി നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടവർക്ക് എൻ്റെ വലിയ ഒരു നന്ദി. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ. അപ്പോൾ വീണേ.